ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പ്രണയത്തെക്കുറിച്ച് ലോകം നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന 6 പച്ചയായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചിട്ടാണ്. പ്രണയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഈ ഒരു വീഡിയോ ഒരുപോലെ ഉപകാരപ്പെടും. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളെ പൂർണ്ണമായും മാറ്റിമറിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ ഒരു മിനിറ്റ് പോലും വേസ്റ്റായിട്ട് പോവത്തില്ല. അതുകൊണ്ട് ഒരൊറ്റ പോയിന്റ് പോലും വിടാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഒന്നാമത്തെ കാര്യം, അമിതമായ സ്നേഹം പങ്കാളിക്ക് എപ്പോഴും ഒരു വലിയ ബാധ്യതയായി മാറും എന്നതാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കൂടുതൽ സ്നേഹിക്കുമ്പോൾ അവർക്ക് നമ്മളോട് താല്പര്യം കൂടുമെന്നാണ്. ഒരാൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വായു കൊടുത്താൽ അവർക്കത് ശ്വാസം മുട്ടലായി മാറും. അതുപോലെ തന്നെയാണ് പ്രണയത്തിലെ അമിതമായ ശ്രദ്ധയും കരുതലും. 24 മണിക്കൂറും അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പുറകെ നടക്കുന്നത് സ്നേഹമല്ല, അത് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരുതരം മാനസിക സമ്മർദ്ദമാണ്. നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാൻ അവരെ നിർബന്ധിക്കുമ്പോൾ അവർക്ക് ആ ബന്ധം ഒരു ജയിലായി തോന്നും. മനുഷ്യൻ എപ്പോഴും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. ആ സ്വാതന്ത്ര്യത്തിന്മേൽ നിങ്ങളുടെ അമിത സ്നേഹം കരുനിഴൽ വീഴ്ത്തുമ്പോൾ അവർ പതിയെ അകലാൻ തുടങ്ങും. അവർക്ക് സ്വന്തമായി ചിന്തിക്കാനും അവരുടെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാനുമുള്ള ഇടം നൽകുക. ഒരു റിലേഷൻഷിപ്പിൽ പേഴ്സണൽ സ്പേസ് നൽകുക എന്നത് വളരെ പ്രധാനമാണ്. 2 വ്യത്യസ്ത വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ 2 പേർക്കും അവരുടേതായിട്ടുള്ള ഒരു ലോകമുണ്ടായിരിക്കണം. എല്ലാ കാര്യത്തിലും പങ്കാളിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നിങ്ങളുടെ സ്നേഹം അവരെ ശ്വാസം മുട്ടിക്കുന്നതല്ല, മറിച്ച് സ്വതന്ത്രമാക്കുന്നതായിരിക്കണം. രണ്ടാമത്തെ യാഥാർത്ഥ്യം, പ്രശ്നങ്ങളെ സംസാരിച്ചു തീർക്കാതെ മാറ്റിവെക്കുന്നത് ആ ബന്ധത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും എന്നതാണ്. പലരും വഴക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി ഉള്ളിലെ സങ്കടങ്ങളും ദേഷ്യങ്ങളും പുറത്തു പറയാതെ ഒതുക്കി വെക്കുന്നു. പങ്കാളിക്ക് വിഷമമാകേണ്ട എന്നു കരുതി സ്വന്തം ആഗ്രഹങ്ങൾ ബലി കഴിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ളിൽ അമർത്തി വെക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും പിന്നീട് വലിയൊരു സ്ഫോടനത്തിന് കാരണമാകും. ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അത് സംസാരിച്ച് വ്യക്തമാക്കുക. മനസ്സിൽ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പുറമേ സന്തോഷം അഭിനയിക്കുന്നത് വലിയ അപകടമാണ്. ഇത് നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾക്കുള്ളിൽ ഒരു വിദ്വേഷം വളരാൻ കാരണമാകും. ഒരു നല്ല റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനം തുറന്ന ആശയവിനിമയമാണ്. നിങ്ങളുടെ വിയോജിപ്പുകൾ മാന്യമായ വാക്കുകളിൽ പങ്കാളിയെ അറിയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. എനിക്ക് ഈ കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നു പറയാൻ മടിക്കരുത്. നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അവർ നിങ്ങളുടെ വശവും കേൾക്കാൻ തയ്യാറാകും. അല്ലാതെ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത് ബന്ധത്തിൻ്റെ നല്ലൊരു ലക്ഷണമല്ല. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ ഒരു നാൾ ആ പ്രണയത്തെ ഇല്ലാതാക്കും. അതുകൊണ്ട് പരിഭവങ്ങളും പരാതികളും മനസ്സിൽ കൂട്ടി വെക്കാതെ കൃത്യസമയത്ത് സംസാരിച്ച് തീർക്കുക. സംസാരത്തിലൂടെ തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തിലില്ല. മൂന്നാമത്തെ കാര്യം, കേൾക്കുമ്പോൾ ചിലർക്ക് സങ്കടം തോന്നാം, പക്ഷേ ഇതാണ് സത്യം. സ്നേഹം കൊണ്ട് മാത്രം ഒരു ബന്ധവും നിലനിൽക്കില്ല. സിനിമകളിൽ കാണിക്കുന്നത് പ്രണയമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും മറികടക്കാം എന്നാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പ്രണയത്തോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടി അത്യാവശ്യമാണ്. പരസ്പര ബഹുമാനം, വിശ്വാസം, സാമ്പത്തിക സുരക്ഷിതത്വം എന്നിവ അതിൽ പ്രധാനമാണ്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയും, എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്താൽ ആ ബന്ധത്തിന് എന്തർത്ഥമാണുള്ളത്? നിങ്ങളുടെ കരിയറിനെ പരിഹസിക്കുന്ന ഒരാളോടൊപ്പം നിങ്ങൾക്ക് എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും? പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത പ്രണയം ഒരു പേടി സ്വപ്നമാണ്. എപ്പോഴും സംശയത്തിൻ്റെ കണ്ണുകളോടെ നിങ്ങളെ നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലാകില്ല. അതുപോലെ തന്നെ ലൈഫിൽ സാമ്പത്തികമായൊരു പ്ലാനിങ് അത്യാവശ്യമാണ്. വെറും വാക്കുകൾ കൊണ്ട് മാത്രം വയറു നിറയ്ക്കാനോ ജീവിത ചെലവുകൾ നടത്താനോ കഴിയില്ല. പ്രായോഗികമായ ചിന്തകൾ പ്രണയത്തിലും ആവശ്യമാണ്. സ്നേഹം ഒരു തുടക്കമാണ്, പക്ഷേ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പരസ്പരമുള്ള പിന്തുണ വേണം. പരസ്പരം വളരാൻ സഹായിക്കുന്നവരായിരിക്കണം പങ്കാളികൾ. ഒരാളുടെ വളർച്ചയിൽ മറ്റൊരാൾക്ക് അഭിമാനം തോന്നണം. അങ്ങനെയുള്ള ബന്ധങ്ങൾ മാത്രമേ കാലത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകൂ. നാലാമത്തെ വലിയ യാഥാർത്ഥ്യം, പ്രണയം കൊണ്ട് ഒരാളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയുമെന്നത് വെറും ഒരു മിഥ്യാധാരണയാണ്. പലരും ചിന്തിക്കുന്നത്, ഇപ്പോൾ പുള്ളിക്ക് ചില മോശം സ്വഭാവങ്ങളുണ്ട്, പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ഞാനത് മാറ്റിയെടുക്കുമെന്നാണ്. അല്ലെങ്കിൽ എൻ്റെ സ്നേഹം കൊണ്ട് അയാൾ ആ പഴയ തെറ്റുകളെല്ലാം തിരുത്തുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഓർക്കുക, ഒരു മനുഷ്യൻ സ്വയം മാറാൻ തയ്യാറാകാത്തിടത്തോളം കാലം മറ്റാർക്കും അയാളെ മാറ്റാൻ കഴിയില്ല. നിങ്ങളുടെ അമിതമായ ശ്രമങ്ങൾ പലപ്പോഴും അവർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നാൻ മാത്രമേ കാരണമാകൂ. ഒരു വ്യക്തിയെ അവരുടെ
ഗുണങ്ങളോടും ദോഷങ്ങളോടും കൂടി അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. മാറ്റിയെടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കരുത്. അത് ഭാവിയിൽ വലിയ നിരാശയ്ക്ക് വഴിമാറും. ചിലരുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ ഒരിക്കലും മാറില്ല. അത് മനസ്സിലാക്കി ജീവിക്കുകയോ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യുക. മാറ്റങ്ങൾ വരുത്താൻ പങ്കാളിയെ നിരന്തരം നിർബന്ധിക്കുന്നത് വഴി ബന്ധത്തിൽ അകൽച്ച കൂടും. അവർ നിങ്ങളിൽ നിന്നും കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ തുടങ്ങും. കള്ളങ്ങൾ പറയുന്ന ഒരു ശീലം അവരിൽ വളർന്നു വരും. അതുകൊണ്ട് പങ്കാളിയെ അവരുടെ യഥാർത്ഥ സ്വഭാവത്തിൽ മനസ്സിലാക്കുക. ഒരു വ്യക്തിയുടെ സ്വഭാവം മാറ്റുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമാണ്. 5-ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ റിമോട്ട് കൺട്രോൾ ഒരിക്കലും പങ്കാളിയുടെ കൈകളിൽ കൊടുക്കരുത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പങ്കാളി എപ്പോഴും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അവർ ഒരു മെസ്സേജ് അയച്ചാൽ സന്തോഷിക്കുക, അയച്ചില്ലെങ്കിലോ ദിവസം മുഴുവൻ സങ്കടപ്പെട്ടിരിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ വികാരങ്ങളെ പൂർണ്ണമായും മറ്റൊരാൾക്ക് അടിമപ്പെടുത്തരുത്. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പങ്കാളി എന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അവരല്ല നിങ്ങളുടെ മുഴുവൻ ജീവിതവും. നിങ്ങൾക്ക് സ്വന്തമായ ചില ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിരിക്കണം. അവരിൽ നിന്നും എപ്പോഴും അമിതമായ പ്രതീക്ഷകൾ വയ്ക്കുന്നത് നിർത്തുക. പ്രതീക്ഷകൾ കൂടുമ്പോൾ സ്വാഭാവികമായും സങ്കടങ്ങളും കൂടും. അവർക്ക് ചിലപ്പോൾ തിരക്കുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മാനസികമായി അവർ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരിക്കാം. ആ സമയങ്ങളിൽ അവരെ ശല്യം ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നത് പോലെ തന്നെ സ്വന്തം മനസ്സിലും സന്തോഷം കണ്ടെത്താൻ പഠിക്കണം. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിയോടൊപ്പം ഉള്ളപ്പോഴും നിങ്ങൾക്ക് ആ സന്തോഷം നിലനിർത്താൻ കഴിയൂ. 6-ാമത്തെയും അവസാനത്തെയും യാഥാർത്ഥ്യം. എല്ലാ പ്രണയങ്ങളും വിജയത്തിൽ അവസാനിക്കണം എന്ന് നിർബന്ധമില്ല എന്നതാണ്. ചില ബന്ധങ്ങൾക്കൊരു കാലാവധി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വേർപിരിയേണ്ടതായിട്ടും വരും. ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേരും ഒരുപോലെ ശ്രമിക്കണം. ഒരാൾ മാത്രം എപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യുകയും മറ്റേയാൾ അതിനൊരു വിലയും തരാതിരിക്കുകയും ചെയ്താൽ അവിടെ പ്രണയമില്ല. നിങ്ങളെ മാനസികമായി തളർത്തുന്ന ഒരു ബന്ധത്തിൽ നിന്നും ധീരമായിട്ട് പടിയിറങ്ങാൻ നിങ്ങൾക്ക് കഴിയണം. ബ്രേക്കപ്പ് എന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല. നിങ്ങളുമായി ഒട്ടും ഒത്തുപോകാൻ കഴിയാത്ത ഒരാളോടൊപ്പം ജീവിതകാലം മുഴുവൻ നരകിക്കുന്നതിനേക്കാൾ നല്ലത് വേർപിരിയുന്നതാണ്. സമൂഹത്തെ പേടിച്ചോ അല്ലെങ്കിൽ ഓർമ്മകളെ ഓർത്തോ ഒരു മോശം ബന്ധത്തിൽ തുടരരുത്. സ്വയം ബഹുമാനം പണയം വെച്ചുകൊണ്ട് ഒരു പ്രണയവും നിലനിർത്തേണ്ടതില്ല. നിങ്ങളെ അർഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയായിരിക്കാം ഈ വേർപിരിയൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തകർച്ചകളൊരു പാഠമായിട്ട് കാണുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. പുതിയൊരു ലൈഫിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ ധൈര്യം കാണിക്കുക. നിങ്ങളുടെ ലൈഫ് മനോഹരമാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പ്രണയം ലൈഫിൻ്റെ ഒരു മനോഹരമായ അധ്യായം മാത്രമാണ്, പുസ്തകമല്ല. ഈ പറഞ്ഞ 6 കാര്യങ്ങളും നിങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ ചിന്തിച്ചു നോക്കൂ. പ്രണയം എന്നാൽ ഒരു വ്യക്തിയോടുള്ള അന്ധമായ അടിമത്തമല്ല. അത് 2 തുല്യ വ്യക്തികൾ തമ്മിലുള്ള മനോഹരമായ ഒരു കൂട്ടുകെട്ടാണ്. പരസ്പരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സ് 2 പേർക്കും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പങ്കാളിയുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ ചിറകുകൾ നൽകണം. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അവരൊരു തടസ്സമാകാനും പാടില്ല. സ്നേഹത്തിൽ ഒരിക്കലും മത്സരങ്ങൾ ഉണ്ടാവരുത്. ഞാനാണ് വലിയവൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നടക്കൂ എന്ന വാശി ബന്ധങ്ങളെ തകർക്കും. വിട്ടുവീഴ്ചകൾ വേണം, പക്ഷെ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ടാകരുത്. നിങ്ങളുടെ നിലപാടുകളിൽ നിങ്ങൾക്ക് എപ്പോഴും വ്യക്തത ഉണ്ടായിരിക്കണം. പങ്കാളിയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു ഭയവും ഉണ്ടാകരുത്. ഭയമുള്ളിടത്ത് ഒരിക്കലും ശുദ്ധമായ പ്രണയം ഉണ്ടാകില്ല. നിങ്ങൾ ആരാണോ അത് നിങ്ങളുടെ പങ്കാളിയുടെ മുന്നിൽ പൂർണ്ണമായും കാണിക്കാൻ കഴിയണം. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വ്യാജമായ ഒരു മുഖംമൂടി അണിയരുത്. അത് കൂടുതൽ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു റിലേഷൻഷിപ്പ് ദീർഘകാലം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പരസ്പരം അഭിനന്ദിക്കാൻ മറക്കരുത്. അവർ നിങ്ങൾക്കായി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക. അത് അവരുടെ മനസ്സിൽ വലിയൊരു സന്തോഷമുണ്ടാക്കും. തിരക്കുകൾക്കിടയിലും പരസ്പരം സംസാരിക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കുക. ഫോണിൽ നോക്കിയിരിക്കാതെ നേരിട്ട് നോക്കി വിശേഷങ്ങൾ പങ്കുവെക്കുക. പഴയ ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കുന്നത് ബന്ധത്തിൻ്റെ ആഴം കൂട്ടും. ഒരുമിച്ച് പുതിയ യാത്രകൾ പ്ലാൻ ചെയ്യുക. പുതിയ അനുഭവങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനൊരു പുതിയ ഉണർവ് നൽകും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയ തെറ്റുകൾ വീണ്ടും കുത്തിപ്പൊക്കി സംസാരിക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് കരുതാനും ക്ഷമിക്കാനും പഠിക്കുക. ക്ഷമിക്കാൻ കഴിയാത്തവന് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ ക്ഷമയോടെ തിരുത്താൻ ശ്രമിക്കുക. ദേഷ്യം വരുമ്പോൾ ഉടനെ പ്രതികരിക്കാതെ കുറച്ച് സമയം മിണ്ടാതിരിക്കുക. മനസ്സ് ശാന്തമായ ശേഷം ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. ഇത് അനാവശ്യമായ വഴക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും. റിലേഷൻഷിപ്പിൽ എപ്പോഴും സത്യസന്ധത പുലർത്തുക. ഒരു ചെറിയ കള്ളം പോലും വലിയൊരു വിശ്വാസ തകർച്ചയ്ക്ക് കാരണമാകും.
പരസ്പര വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ആണിക്കല്ല്. ആ ആണിക്കല്ല് ഇളകിയാൽ പിന്നെ ആ ബന്ധം തകരാൻ അധികം സമയം വേണ്ട. നിങ്ങളുടെ പങ്കാളിക്ക് മുന്നിൽ നിങ്ങളുടെ വില എപ്പോഴും നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. നിങ്ങളെ അവഗണിക്കാൻ ആർക്കും അവസരം നൽകരുത്. നിങ്ങളുടെ കരിയറിലും ജീവിതത്തിലും നിങ്ങൾ വിജയിക്കാൻ ശ്രമിക്കുക. സ്നേഹിക്കുക എന്നാൽ സ്വയം ഇല്ലാതാവുക എന്നല്ല അർത്ഥം. നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും മുറുകെ പിടിക്കുക. ഒരു നല്ല പങ്കാളി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. അങ്ങനെയുള്ള ആളുകളെ മാത്രം ലൈഫിൽ കൂടെ കൂട്ടുക. നിങ്ങളുടെ സമയവും ഊർജവും വളരെ വിലപ്പെട്ടതാണ്. അത് അർഹതയില്ലാത്തവർക്ക് വേണ്ടി കളയാതിരിക്കുക. ലൈഫ് വളരെ ചെറുതാണ്, സങ്കടപ്പെട്ടിരിക്കാനുള്ളതല്ല. സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോവുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. പ്രണയത്തെക്കുറിച്ചിട്ടുള്ള ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാനലുകളിൽ സാധാരണ കാണുന്ന മോട്ടിവേഷൻ ടിപ്പുകളിൽ നിന്നും ഇത് എത്രത്തോളം വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ പച്ചയായ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. പ്രണയത്തെക്കുറിച്ചിട്ടുള്ള 6 യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാനലുകളിൽ സാധാരണ കാണുന്ന മോട്ടിവേഷൻ ടിപ്പുകളിൽ നിന്നും ഇത് എത്രത്തോളം വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഈ പച്ചയായ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ജീവിത വിജയം നേടാൻ ഇതാണ് യഥാർത്ഥ വഴി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? അത് താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് പങ്കുവയ്ക്കണേ. നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പലരും തെറ്റായ റിലേഷൻഷിപ്പുകളിൽ പെട്ട് വിഷമിക്കുന്നുണ്ടാകാം. അവർക്ക് ഈ വീഡിയോ വലിയൊരു വഴിത്തിരിവാകും. ഇതുപോലുള്ള സൈക്കോളജിക്കൽ റിയാലിറ്റി വീഡിയോകൾ ഇനിയും കാണാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും.